ഹായ് ഫ്രണ്ട്സ്, അഞ്ജു ആൻഡ് നിവി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ചീസ് ക്രീപ്പ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതുണ്ട്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതുണ്ട്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി വേണ്ടത് 1 കപ്പ് മൈദ, കുറച്ച് മല്ലിയില, ഒരു കോഴിമുട്ട, ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, ചീസ് സ്ലൈസസ്. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാവുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുക. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവയുടെ പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് ഓരോ പൊടികളായിട്ട് ആഡ് ചെയ്ത് തുടങ്ങാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ബോൺലെസ് ചിക്കനാണിത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെയൊക്കെ ഇത് ചിക്കനിലേക്കും കൂടെ എത്തണം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസിൻ്റെയൊക്കെ വലിപ്പം, ഒരു ഗ്ലാസ് മൈദ. ഈ മൈദ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് അതുപോലെ കുറച്ചുകൂടെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ദോശമാവിൻ്റെ പരുവത്തിലേക്ക് ഇതിനെ ആക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ദോശ പാനിലേക്ക് ജസ്റ്റ് ഒരു കയ്യിൽ ഒഴിക്കുക. നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കുക. ഒരു സൈഡ് വെന്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ ദോശയും തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ ഫില്ലിംഗ് ഉണ്ട്, ചീസ് സ്ലൈസസ് ഉണ്ട്. നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ്. 1 കപ്പ് മൈദയിൽ നിന്ന് 8 ദോശയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഒരു ദോശ എടുക്കുക. അതിലേക്ക് ഒരു പീസ് സ്ലൈസ് ചീസ് വെക്കുക. എന്നിട്ട് ഫില്ലിംഗ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഫില്ലിംഗ് വേണോ അനുസരിച്ച് വെക്കാം. പക്ഷേ നമുക്കിത് മടക്കാനുള്ളതാണ്, അപ്പം നിന്ന് പുറത്തേക്ക് പോരരുത് എന്ന രീതിയിൽ ഫില്ലിംഗ് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഒരു പീസും കൂടെ
ചീസ് വെച്ചതിന് ശേഷം ജസ്റ്റ് മടക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ദോശയും മടക്കിയെടുക്കാം. ഒരുപാട് ചീസ് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളിങ്ങനെ വലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വരുള്ളൂ. അതുപോലെ മൊസറല്ല ചീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലേശം കൂടെ നന്നായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഫ്രൈയിങ് പാനിലേക്ക് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് വെച്ചപ്പോൾ ബട്ടർ വെക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്താ വേണമെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഈ ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അത് വെച്ച് കൊടുക്കുക. നമ്മൾ മടക്കിയ ഭാഗം ഉണ്ടല്ലോ അത് അടിയിൽ വെക്കുന്ന രീതിയിൽ ആദ്യം വെക്കുക. എങ്കിൽ പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ടും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മാത്രമേ ചീസ് മെൽറ്റായി കിട്ടുള്ളൂ. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇത് ജസ്റ്റ് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് ക്രീപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പം ചീസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചീസ് ഇട്ടാൽ മാത്രമേ ഒരുപാട് ചീസ് ഇങ്ങനെ വലിയുന്നത് പോലെ കാണത്തുള്ളൂ. അപ്പം ചിക്കൻ ചീസ് ക്രീപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.